എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാവി കാലത്തെക്കുറിച്ചാണ്, അതായത് ഫ്യൂച്ചറിൽ ഒരു കാര്യം നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല, നടക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചറിൽ ഒരു കാര്യം നമ്മൾ ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിലെ ഒരു കാര്യം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദിയിൽ അതിനെ ഭാവികാൽ അല്ലെങ്കിൽ ഭവിഷ്യത് കാൽ എന്നൊക്കെ പറയും. ഈ ടെൻസ് വെച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഓരോന്നും അങ്ങനെ വന്നത്, ഇങ്ങനെ വന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി, മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അല്ലാതെ ഈ ടെൻസൊക്കെ വെച്ച് ഓർത്ത് അങ്ങനെ ഒന്നും നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. സംസാരിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ പക്ഷെ നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ ഓരോ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ തന്നെ പറയണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇവിടെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് അത്യാവശ്യമാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. നമുക്ക് എന്തായാലും അത് എക്സാമ്പിളിലൂടെ തന്നെ മനസ്സിലാക്കാം. ഫസ്റ്റ്, ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ നാളെ വെളിയിൽ പോകും. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ നാളെ വെളിയിൽ പോകും, അല്ലെങ്കിൽ സ്കൂളിൽ പോകും, കോളേജിൽ പോകും, അല്ലെങ്കിൽ മുംബൈയിൽ പോകും, അല്ലെങ്കിൽ കേരളത്തിൽ പോകും, എന്തുമായിക്കോട്ടെ, നമ്മൾ നാളെ പോകുമെന്ന് പറയുകയാണ്. ഉറപ്പിച്ച് പറയുകയാണ് നമ്മൾ പോകുമെന്ന്, അല്ലേ? അവിടെ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പം ഞാൻ പറയാണ്, ഞാൻ നാളെ വെളിയിൽ പോകും. അപ്പം ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നാളെ പോകുമെന്നുള്ളത്. അപ്പോൾ വേറൊരാളോട് ഞാൻ പറയാണ്, ഞാൻ നാളെ വെളിയിൽ പോകും, ഉറപ്പുണ്ട് നമുക്ക്, അല്ലേ? അപ്പം എങ്ങനെയായിരിക്കും ഞാൻ പറയുന്നത്? मैं बाहर जाऊंगी എന്ന് പറയും. എന്താണ്? मैं बाहर जाऊंगी. ജാന എന്ന് പറഞ്ഞാൽ പോകുക എന്നാണ്. അവിടുത്തെ ന്യായ അങ്ങോട്ട് മാറ്റി കിട്ടുന്ന ജായയുടെ കൂടെ ഊങ്കി എന്ന് ചേർത്തു. അപ്പം എന്തായി? ജാഊങ്കി. മേമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാനാണ് പറയുന്നത് നാളെ ഞാൻ വെളിയിൽ പോകുമെന്ന്. मैं बाहर जाऊंगी, അല്ലെങ്കിൽ मैं സ്കൂൾ जाऊंगी, ഞാൻ സ്കൂളിൽ പോകും, അല്ലെങ്കിൽ मैं കേരള जाऊंगी, ഞാൻ കേരളത്തിൽ പോകും. എന്തുമായിക്കോട്ടെ, പോകും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുമ്പോൾ, അതായത് ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ ജാഊങ്കി എന്ന് പറയണം. ജാ പ്ലസ് ഊങ്കി, ജാഊങ്കി. മനസ്സിലായല്ലോ? ഇനി ആ സമയത്ത് ഒരാൺകുട്ടിയാണ് പറയുന്നത്. ഒരാൺകുട്ടി അവൻ പറയാണ്, ഞാൻ നാളെ വെളിയിൽ പോകും, അല്ലെങ്കിൽ ഞാൻ നാളെ സ്കൂളിൽ പോകും, എന്തുമായിക്കോട്ടെ, അവൻ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവൻ നാളെ പോകുമെന്നോ, ഉറപ്പുള്ള കാര്യമാണ്. അവനത് ഒരാളോട് പറയുകയാണ്, ഞാൻ നാളെ വെളിയിൽ പോകും. എങ്ങനെയായിരിക്കും അവൻ പറയുന്നത്? मैं बाहर जाऊंगा. എന്താണ്? ഒരാൺകുട്ടിയാണ് പറഞ്ഞത്, അതും മേമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവൻ സ്വയം പറയുകയാണ്, ഞാൻ നാളെ വെളിയിൽ പോകും. मैं बाहर जाऊंगा, അതായത് ജാ പ്ലസ് ഊങ്ക, ജാഊങ്ക എന്ന് വരും. പെൺകുട്ടിയാണെങ്കിലോ ജാഊങ്കി എന്ന് വരും. നമ്മൾ പഠിച്ചു, പെൺകുട്ടികൾക്കാകുമ്പോൾ ഒരു വള്ളിയൊക്കെ ഇട്ട് ആണ് നമ്മൾ പറയുന്നത്. എല്ലാ കേസിലും നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? പടുത്ത, പടുത്തി, പടുത്തെ, ആ ഒരു സെയിം കാര്യങ്ങളൊക്കെ തന്നെ, റൂൾസ് തന്നെയാണ് ഇവിടെ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമുക്കങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ അമ്മമാരോട് വാശി പിടിച്ചിട്ട് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ അമ്മമാർ അടിക്കാനൊക്കെ ചെല്ലുകയാണെങ്കിൽ അവർ പറയും, ഞാൻ ആഹാരം കഴിക്കും എന്ന് പറയും, അല്ലേ? അപ്പം എങ്ങനെയായിരിക്കും പറയുന്നത്? അത് ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ എങ്ങനെ പറയും? മേ ഖാന ഖാഊങ്ക. മനസ്സിലായല്ലോ? ഖാഊങ്ക എന്ന് പറയും. ഒരു ആൺകുട്ടിയാണ് പറഞ്ഞത്. ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എന്നും കഴിക്കുക എന്നും രണ്ടർത്ഥമുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് കഴിക്കുമെന്നാണ് പറയുന്നത്.
അപ്പോൾ ഖാന എന്നതിൻ്റെ നായെ അങ്ങോട്ട് മാറ്റിയിട്ട് ഖാ, അതിൻ്റെ കൂടെ ഊങ്ക ചേർത്ത് ഖാഊങ്ക, ഞാൻ കഴിക്കും, ഞാൻ ആഹാരം കഴിക്കും, മീൻ ഖാന ഖാഊങ്ക എന്ന് പറയും. അല്ലെങ്കിൽ മേം പാനി പിയൂങ്ക, ഞാൻ വെള്ളം കുടിക്കും. അല്ലെങ്കിൽ മേം പഠൂങ്ക, ഞാൻ പഠിക്കും. പഠന എന്ന് പറഞ്ഞാൽ പഠിക്കുക. അപ്പം പഠൂങ്ക, പഠിക്കും. അപ്പം അത് ആൺകുട്ടി പറയുന്നതാണ്. ആ സമയത്ത് ഒരു പെൺകുട്ടിയാണ് പറയുന്നതെങ്കിലോ മേം പഠൂങ്കി എന്ന് പറയും. ഒരു പെൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ അവൾ എങ്ങനെ പറയും? മേം പഠൂങ്കി. പഠന എന്ന് പറഞ്ഞാൽ പഠിക്കുക. അപ്പം പഠൂങ്കി. മേം ജാവൂങ്കി, ഞാൻ പോകും. മേ ആവൂങ്കി, ആന എന്ന് പറഞ്ഞാൽ വരിക. അപ്പം ആ നായ അങ്ങോട്ട് മാറ്റി ആ പ്ലസ് ഊങ്കി ആവൂങ്കി. മേ ആവൂങ്കി, ഞാൻ വരും. അതുപോലെ മേ ഖേലൂങ്കി, ഞാൻ കളിക്കും. ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നാണ് അർത്ഥം. അതിൻ്റെ നായ അങ്ങോട്ട് മാറ്റി കേൽ, ഖേലൂങ്കി, ഞാൻ കളിക്കും. അതെല്ലാം പെൺകുട്ടിയാണ് പറയുന്നത്, ഊങ്കി ഊങ്കി എന്നുള്ള രീതിയിൽ. ആൺകുട്ടി പറയുമ്പോഴോ അവസാനം ഊങ്ക എന്ന് പറഞ്ഞായിരിക്കും അവസാനിക്കുന്നത്. മേം ഖേലൂങ്ക, ഞാൻ കളിക്കും. മേം പഠൂങ്ക, ഞാൻ പഠിക്കും. ഞാൻ ഖേലൂങ്ക എന്ന് വെച്ചാൽ കളിക്കും, പഠൂങ്ക എന്ന് പറഞ്ഞാൽ പഠിക്കും. അങ്ങനെ എന്ത് വേണമെങ്കിലും. ഇപ്പം ആവുങ്ക, വരും. ആന എന്ന് പറഞ്ഞാൽ വരിക, ആവുങ്ക എന്ന് വെച്ചാൽ വരും. അപ്പം എല്ലാം എങ്ങനെയാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മളൊക്കെ എല്ലാവരും പറയുന്ന സെൻറ്റൻസുകളാണിത് അല്ലേ. ഞാൻ നാളെ സ്കൂളിൽ പോകും, അല്ലെങ്കിൽ നാളെ വെളിയിൽ പോകും, ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ ആഹാരം കഴിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെയൊക്കെ റെഗുലറായിട്ട് എല്ലാ ദിവസവും നമ്മൾ മിക്കവാറും നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഹിന്ദിയിൽ ഇത് എങ്ങനെയാണ് പറയുന്നതെന്ന് മനസ്സിലായി. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ആൺകുട്ടിയാകുമ്പോൾ ഊങ്ക എന്ന് പറയണം, ഒരു പെൺകുട്ടിയാണെങ്കിൽ ഊങ്കി എന്ന് അവസാനിക്കും. മനസ്സിലായല്ലോ. ഇനി നമ്മൾ തുമ്മെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ, തുമ്മ്. ഇപ്പം നമ്മൾ ഒരു ആൺകുട്ടിയെ ഉദ്ദേശിച്ചിട്ട് പറയാണ്, നിങ്ങൾ വെളിയിൽ പോകും. നിങ്ങൾ വെളിയിൽ പോകും എങ്ങനെ പറയും? തും ബാഹർ ജാവോഗെ. നിങ്ങൾ വെളിയിൽ പോകുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ജാവോഗെ എന്ന് പറയും. തും ബാഹർ ജാവോഗെ. ഓഗെ എന്നാണ് പറയുന്നത്, ഓഗെ. ജാന എന്ന് പറഞ്ഞാൽ പോകുക, ജാ പ്ലസ് ഓഗെ, ജാവോഗെ. നിങ്ങൾ വെളിയിൽ പോകും. അതൊരു ആൺകുട്ടിയെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ തും ബാഹർ ജാവോഗെ എന്ന് പറയും. നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം, നിങ്ങൾ വെളിയിൽ പോകുമോ? ഒരു ആൺകുട്ടിയോട്, അല്ലെങ്കിൽ നമ്മൾ ആൺകുട്ടികളോട് ചോദിക്കാണ്, നിങ്ങൾ വെളിയിൽ പോകുമോ? അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചോദിക്കാം, തും ബാഹർ ജാവോഗെ. കണ്ടില്ലേ, തും ബാഹർ ജാവോഗെ. അതിനെ തന്നെ ഒരു ക്വസ്റ്റ്യനായിട്ട് തിരിച്ച് ചോദിക്കാം, നിങ്ങൾ പോകുമോ, നിങ്ങൾ വെളിയിൽ പോകുമോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാം ക്യാ ഇട്ട് ചോദിക്കാം, ക്യാ തും ബാഹർ ജാവോഗെ, നിങ്ങൾ വെളിയിൽ പോകുമോ? നമ്മൾ ചാഹിയയുടെ കേസിൽ പഠിച്ചു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. അപ്പോൾ ഈ ക്യാ ചേർത്താലും ക്യാ ചേർക്കാതെയും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഓഗെ എന്ന് പറയുന്നത്, ജാവോഗെ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയോടാണ്. ഇനി പെൺകുട്ടി വരികയാണെങ്കിലോ ഓഗി എന്ന് ചേർക്കേണ്ടി വരും. പെൺകുട്ടിയാണെങ്കിൽ തും ബാഹർ ജാവോഗി എന്ന് പറയും. നിങ്ങൾ വെളിയിൽ പോകും എന്ന് പറയുന്നത് പെൺകുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ തും ബാഹർ ജാവോഗി, ജാ പ്ലസ് ഓഗി, ജാവോഗി എന്ന് പറയേണ്ടി വരും. ജാവോഗി അല്ലെങ്കിൽ ആവോഗി, വരും. എന്ത് വേണമെങ്കിലും നമുക്കങ്ങനെ പറയാം തുമ്മിൻ്റെ കേസിൽ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു സബ്ജക്റ്റ് ഏകവചനം എടുക്കുകയാണ്, പുല്ലിംഗ ഏകവചനം എടുക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പം നമ്മൾ പറയാണ്, എന്താണ്, രാമു വെളിയിൽ പോകും. എങ്ങനെ പറയും? അല്ലെങ്കിൽ രാമു സ്കൂളിൽ പോകും, എന്തോ ആയിക്കോട്ടെ നമ്മൾ പറയും. എങ്ങനെ പറയും? രാമുവിൻ്റെ കേസിൽ രാമു ബാഹർ ജായേഗ. മനസ്സിലായാലും, അതായത് സബ്ജക്റ്റ് ഒരാൺകുട്ടി മാത്രമേ ഉള്ളെങ്കിൽ, രാമു എന്ന് പറയുമ്പം രാമു എന്ന് പറയുന്ന ഒരു ആൺകുട്ടി മാത്രമേ അവിടെ ഉള്ളൂ അല്ലേ. നമ്മൾ അതിൻ്റെ നിയമം വെച്ച് പറയുകയാണെങ്കിൽ പുല്ലിംഗം ഏകവചനമാണ് രാമു എന്ന് പറയുന്നത് അല്ലേ. അപ്പം എങ്ങനെ അവസാനിച്ചു? ജായേഗ, ഏക എന്ന് അവസാനിക്കും. ജായേഗ. രാമു ബഹർ ജായേഗ, രാമു വെളിയിൽ പോകും. മനസ്സിലായല്ലോ. രാമു കളിക്കും, രാമു ഖേലേഗ, ഖേലേഗ, രാമു കളിക്കും. മനസ്സിലായല്ലോ. എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങനെ പറയാം.
ഇനി ആ കേസിൽ രാമുവിൻ്റെ സ്ഥാനത്ത് സീതയാണെങ്കിലോ? അപ്പം നമ്മൾ പറയാണ് സീത സ്കൂളിൽ പോകും. എങ്ങനെ പറയും? സീത സ്കൂൾ ജായേഗി. അവിടെ ഏഗി എന്ന് വന്നു, ജായേഗി. സീത സ്കൂൾ ജായേഗി. സീത സ്കൂളിൽ പോകും. മനസ്സിലായല്ലോ? ഇനി സീത കളിക്കുമെന്നാണെങ്കിലോ? സീത ഖേലേഗി. മനസ്സിലായല്ലോ? ഖേലേഗി. അത്രേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ നമുക്ക് എന്ത് കാര്യങ്ങളും പറയാം. പഠിക്കും, പഠേഗി. ഇപ്പം രാമു ആണെങ്കിൽ പഠേക എന്ന് പറയും. രാമു പഠേക എന്ന് പറഞ്ഞാൽ രാമു പഠിക്കും. സീതയാണെങ്കിൽ സീത പഠേഗി എന്ന് പറയും. അത്രേ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ? ഇപ്പം നമ്മൾ എടുക്കുകയാണ്, നമ്മൾ പറയണം ആൺകുട്ടികൾ സ്കൂളിൽ പോകും എന്ന് നമുക്ക് പറയണം. എങ്ങനെ നമ്മൾ പറയും? ലഡ്കെ സ്കൂൾ ജായേങ്കി. എന്താണ് ജായേങ്കി എന്ന് പറയും? ആൺകുട്ടികളാണ്, സബ്ജക്റ്റ് ബഹുവചനമാണ്, പ്ലൂറലാണ്, അതുകൊണ്ട് ജായേങ്കെ എന്ന് പറഞ്ഞു. ആ സമയത്ത് പെൺകുട്ടികളാണെങ്കിലോ? ലഡിക്കിയാമാണെങ്കിലോ? ലഡിക്കിയാം സ്കൂൾ ജായേങ്കി. ലഡിക്കിയാം പെൺകുട്ടികൾ മാത്രമാണ് പോകുമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ജായേങ്കി എന്ന് പറയണം. ആയേങ്കി എന്ന് പറഞ്ഞാൽ വരും. മനസ്സിലായല്ലോ? വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓരോ എക്സാമ്പിളും ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇത് റിലേറ്റഡ് ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പം മേമെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുരുഷനാണ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ ഊങ്ക എന്ന് പറയണം. ജാവൂങ്ക പോകും, ആ ഊങ്ക വരും. ഖേലൂങ്ക കളിക്കും. ഖേലന എന്ന് പറഞ്ഞാൽ കളിക്കുക. അപ്പം ഖേലൂങ്ക കളിക്കും. പഠിന പഠിക്കുക. പഠൂങ്ക പഠിക്കും. ലിഖൂങ്ക എഴുതും. ലിഖിന എഴുതുക. ലിഖൂങ്ക എഴുതും. അപ്പം അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ പെൺകുട്ടിയുടെ കേസിലാണെങ്കിലോ ജാവൂങ്കി, ആവൂങ്കി, കേലൂങ്കി, പഠൂങ്കി, ഗീ ഗീ എന്ന് വരും. ആണുങ്ങളുടെ കേസിലാണെങ്കിൽ ഗ എന്ന് അവസാനിക്കും. ആ എന്ന് അവസാനിക്കും ഗ. പെൺകുട്ടിയുടെ കേസിൽ ഇ എന്ന് അവസാനിക്കും. പിന്നെ ഓരോ കാര്യങ്ങളും അപ്പോൾ കുറച്ച് 1-2 എക്സാമ്പിളുകൾ വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫ്യൂച്ചറിൽ ഒരു കാര്യം ചെയ്യും അല്ലേ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.